Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Start ചെയ്യാലോ? ചെയ്യാം madam. ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുണ്ടോ? ഉണ്ട് madam. ഓക്കെ, ഞാൻ ചോദിക്കുന്നവര് വേഗം വേഗം ആൻസേഴ്സ് പറയാം. വിളിക്കുന്ന ആളുകൾ പറഞ്ഞാൽ മതിയേ, എല്ലാവരും കൂടി വെച്ചുണ്ടാക്കിയാ ചിലപ്പോ പ്രശ്നം. അതുകൊണ്ടാണ്. അപ്പൊ ക്വസ്റ്റ്യനും കൂടി വായിക്കണം കേട്ടോ. നിങ്ങൾ വേഗം വേഗം പെട്ടെന്ന് തീർക്കണേ, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. എനിക്ക് അടുത്ത പോർഷൻ കവർ ചെയ്യാനുള്ളതാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങി, ക്വസ്റ്റ്യനും വായിക്കാം വിത്ത് ആൻസർ കേട്ടോ. ആൻസർ കൂടി ഒപ്പം വായിക്കാം. അപ്പൊ ആദ്യം അഭിരാമിയിൽ നിന്ന് തുടങ്ങിയേ. അഭിരാമി ഒന്ന് പറയാമോ ആദ്യത്തെ ക്വസ്റ്റ്യൻ? അഭിരാമി ഇല്ല. അമർ ജ്യോതി സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് വേഗം വായിക്കാം. Yes, ma'am. First question, physiotherapy comes under dash in supportive departments. Answer, orthopedic departments. Physiotherapy comes under dash in supportive departments. Supportive departmentന്റെ ഏതിന്റെ കീഴിലാണ് ഫിസിയോതെറാപ്പി എന്നാണ്? Orthopedics department. എല്ലാവരും അത് തന്നെയാണോ എഴുതിയത്? ഓർത്തോപെഡിക്സ് എന്നാണോ എഴുതിയത്? തെറാപ്യൂട്ടിക്കലി തെറാപ്യൂട്ടിക് തിരുത്തി എഴുതുക. തെറാപ്യൂട്ടിക് ആണ്. അതായത് ഫിസിയോതെറാപ്പി എന്തുമായി ബന്ധപ്പെട്ടത് എന്നല്ല, അതായത് നമ്മുടെ അസ്ഥി മസ്കുലോസ്കെലിറ്റൽ അല്ലെ, അതായത് നമ്മുടെ അസ്ഥി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ഇത് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് കീഴിൽ വരും? നമ്മള് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ ഫർദർ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സപ്പോർട്ടീവിനെ 4 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ? ഏതൊക്കെയാണത് എന്ന് പറയാമോ? ജനറൽ ഡയഗ്നോസ്റ്റിക് ഇൻഫോർമേറ്റീവ്. അപ്പൊ ആദ്യത്തെ കളഞ്ഞ 4 ഇല്ലേ? തെറാപ്പറ്റിക്, ജനറൽ ഡയഗ്നോസ്റ്റിക്സ്, ഇൻഫോർമേറ്റീവ്. തെറാപ്യൂട്ടിക്, ജനറൽ, ഇൻഫോർമേറ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക് അങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തെറാപ്യൂട്ടിക്കിനകത്താണ് ഏത് വരിക? ഫിസിയോതെറാപ്പി വരിക കേട്ടോ. ഒന്ന് തിരുത്തുക. അമർ ജ്യോതി ഒന്ന് തിരുത്തണേ. ആര്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും പെട്ടെന്ന്. ആര്യ ഇല്ല. ബിനോയ് അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. Laboratory and radiology is under of dash of supportive department. Diagnostics ആണ്. ലബോറട്ടറിയും റേഡിയോളജിയും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതിനകത്താ വരിക എന്നാണ് ചോദ്യം. അത് ഡയഗ്നോസ്റ്റിക് ആണ്. ഓക്കെ, ഇനി ഒന്ന് മ്യൂട്ട് ചെയ്യാട്ടാ ബിനോയ്. അടുത്ത ആള് ചിഞ്ചു ഒന്ന് വായിക്കാമോ? Third question, medical departments are classified as dash and dash. OP and IPD. Very good. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡാഷ് ആൻഡ് ഡാഷ് ആണ്. OPD ആൻഡ് IPD ആണ് കേട്ടോ. OPD ആൻഡ് IPD. ഡെൽന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. General surgery is included in dash of medical departments. Inpatient departments. General surgery is included in dash of medical departments. IPD ആണോ? OP സർവീസ് ആണോ? IP സർവീസ് ആണോ? ഡെൽന outpatient services. Sorry ma'am, outpatient. ഏതാണ് ഡെൽന? ഒന്നുകൂടി പറയാമോ? Outpatient. മ്യൂട്ട് ചെയ്യണേ. ഔട്ട്പേഷ്യന്റ് ആണ്. ഔട്ട്പേഷ്യന്റ് സർവീസസിനകത്താണ് ഏത് പെട്ടിരിക്കുന്നത്? നമ്മുടെ എന്താ പറയുക, ജനറൽ സർജറി. ഇൻപേഷ്യന്റിനകത്തല്ല.
ആ ഒരു ബോക്സിനകത്ത് കിടക്കണ്ടല്ലോ ഇൻപേഷ്യന്റ് സർവീസസ് ഔട്ട് പേഷ്യന്റ് സർവീസസില്. അതിലെവിടെയാണ് ഈ ജനറൽ സർജറി വന്നിരിക്കുന്നത്? തെറ്റിക്കല്ലേ, തെറ്റിക്കാണ്ട് ആൻസർ നോക്കിയതാട്ടാ. ഔട്ട് പേഷ്യന്റ് സർവീസസിനകത്താണ്. ഓക്കെ, നെക്സ്റ്റ് ഫാരിസ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കേ. Dash is the department mainly concentrated on providing quality patient care to elderly people. Geriatrics. Geriatrics, very good. അപ്പൊ ഇങ്ങനെ ചാടി ചാടി വേഗം വേഗം വായിക്കുക എല്ലാവരും, കേട്ടല്ല? അതിപ്പോ വായിക്കുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കട്ടെ. അടുത്ത ആള് പേര് വിളിക്കുമ്പോ തന്നെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ സമയം അധികം പോവില്ല. നെക്സ്റ്റ് ഫസീല. ഫസീല വായിക്കോ. Labor rooms and maternity wards are dash services in medical department, inpatient department. ഇൻപേഷ്യന്റ് സർവീസസ് ആണ്. അതായത് ലേബർ റൂംസും മെറ്റേണിറ്റി വാർഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള സർവീസസ് ആണ്. ഇൻപേഷ്യന്റ് സർവീസസ് ഇൻ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഗീതു. ഗൈനക്കോളജി അല്ലേ മേഡം? ഗൈനക്കോളജി ആറാമത്തത് അല്ല എടാ, അതായത് ലേബർ റൂമും മെറ്റേണിറ്റി വാർഡും ഏത് സർവീസസിൽ നിന്നാണെന്ന്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഏത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്തിനകത്ത് വരുന്നു എന്നല്ല ചോദിച്ചേക്കണേ. മനസ്സിലായോ ബിനോയ്? അതായത് നമ്മള് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു എന്നല്ല ചോദിച്ചത്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏത് സേവന വിഭാഗത്തിൽ വരുന്നു. അതെ, മലയാളം അങ്ങനെ പറയാം നമുക്ക്. ഏത് സേവന വിഭാഗം, ഇൻപേഷ്യന്റ് സേവനമാണോ ഔട്ട് പേഷ്യന്റ് ആണോ? ലേബർ റൂമും മെറ്റേണിറ്റി വാർഡും ഒക്കെ ഇൻപേഷ്യന്റ് സേവന വിഭാഗമാണ്. ഓക്കെ, തെറ്റിക്കല്ലേ, തെറ്റിയവര് തിരുത്തി എഴുതുക. ഫസീല. ഫസീലാണ് ഇപ്പൊ വായിച്ചേ? ഇപ്പൊ വായിച്ചത് ഫസീലാണോ? അതെ അതെ. ഫത്തി ഫറസ്. ഒന്ന് വായിക്കാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീതു. Consultation doctors are counseling appointed to handle dash outpatient department. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് യൂഷ്വലി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഡാഷ് ഹാൻഡിൽ ചെയ്യാനാണ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് OPD. ജോബി മോൾ. നെക്സ്റ്റ് വൺ. Dash is the department in which people come to the hospital for consultation but not for admission. Outpatient. ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്നു പേഷ്യൻസ്, അല്ലാതെ അതായത് നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ടല്ല. ഇത് അവിടെ കിടന്ന് ചികിത്സിക്കാനുള്ള രീതിയിലല്ല വരുന്നത്. നമുക്ക് കൺസൾട്ട് ചെയ്ത് തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ വരുന്നത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ. ജസ്റ്റിൻ. ആ അക്കൗണ്ട് പേരാണ് വായിക്കുന്നത്. ജസ്റ്റിൻ ജോർജ്. ആരാണത്? മഞ്ജുഷ. നെക്സ്റ്റ് വൺ. മഞ്ജുഷ ഉണ്ടോ? ഇല്ല. നിത്യ. Casualty and emergency department are also called dash accident and emergency department. Very good. Accident and emergency department എന്നാണ് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പേര്. നിവ്യ. നെക്സ്റ്റ് വൺ. നിവ്യ വായിക്കൂ. അടുത്തത്. Dash department should be well equipped with all kind of emergencies. Casualty or emergency department. വെരി ഗുഡ്. കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ തരത്തിലുള്ള എമർജൻസി എക്യുപ്മെന്റുകളും ആയിട്ട് ഉണ്ടായിരിക്കണം. വെൽ എക്യുപ്ഡ് ആയിരിക്കണം. IC അല്ലേ മേഡം? ഏതാണ് പത്താമത്തേത്? ഏത്? വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എമർജൻസീസ്, എല്ലാ തരത്തിലുള്ള എമർജൻസീസും എന്താ പറയാ നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന രീതി. മേഡം ഹലോ
Hello. അവിടെ എന്തോ റേഞ്ച് ഇഷ്യൂ വന്നു തോന്നുന്നു. ഫ്രണ്ട്സ്, ഈ 10ാമത്തെ ആൻസർ എന്താണ്? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ.
ഹലോ ഹലോ മേഡം വന്നില്ലേ ഇല്ല. മേഡം
ഹലോ ഹലോ, കേക്കണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് മാഡം. അതെ, നെറ്റ് പോയതാണേ, കട്ടായി പോയതാ. ഇപ്പഴാ വന്നുള്ളൂ, എന്താന്നറിയില്ല, പെട്ടെന്ന് കട്ടായി പോയി. ഓക്കെ, അതൊന്ന് വേഗം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ, ബാക്കി അടുത്തത് വായിച്ചേ മക്കളെ. ഈശ്വര, മനുഷ്യന്റെ സമയം പോയി, ഭയങ്കര ധൃതി കൂട്ടി, ഇതുകൊണ്ടാ എല്ലാം പോയി. അടുത്തത് ഏതാ? അപ്പൊ എന്താ പറഞ്ഞോണ്ടിരുന്നത് നമ്മള്? ആർക്കായിരുന്നു സംശയം? എന്തോ പറഞ്ഞല്ലോ സംശയം. ആ, എന്തെങ്കിലും ആവട്ടെ. 11ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും. അറിയാം ആരാ വായിക്കണ്ടേന്ന് പറയാം. അറിയാം. നോക്കണ്ടേ, പുറത്തെടുത്ത് പോയോ? അപ്പോഴേക്കും ഇട്ടിട്ട് പോകരുത് നിങ്ങള്, കാരണം ഇവിടെ ചിലപ്പോ ചില ജോബി ആണോ വായിക്കേണ്ടത്? ജോബി മോൾ ആണോ വായിക്കേണ്ടത്? ഒന്ന് വായിക്കാമോ 11ാമത്തെ ക്വസ്റ്റ്യൻ? The biggest area of heart diseases is coronary artery. വെരി ഗുഡ്. കൊറോണറി ആർട്ടറി ഡിസീസ് കേട്ടാ. ഹാർട്ട് ഡിസീസസിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ഏതാണെന്നാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. CAD അങ്ങനെ എഴുതിയാലും മതി, കുഴപ്പമില്ല. ഡാഷ് അടുത്തതാ ഖദീജ, വായിക്കാമോ? പെട്ടെന്ന് വായിക്കും. അല്ല, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി, നിങ്ങൾ സമയം പോണ്ട. ലാസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് അനസ്തേഷ്യ is provided usually by dentist. ഡാഷ് ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ ഞാൻ വിളിക്കുന്ന ആള് പറയട്ടെ, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല. എല്ലാവരും കൂടി ഓർമ്മിച്ച് ഉത്തരം പറയുമ്പോഴേ ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ എന്തായാലും അത് പറഞ്ഞു. ലോക്കൽ അനസ്തേഷ്യ ആണ് ഡെന്റിസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ. Patient's blood pressure, heart rhythm, temperature level, etc. are monitored during dash anesthesia. നിത്യ പറയാമോ? എന്താണ് ആൻസർ? Regional anesthesia. Regional anesthesia ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Critical care unit is the other name for dash. നിവ്യ, critical care. ICU, intensive care unit. Good, intensive care unit. അടുത്തത് ENT surgeon is also called dash. Rinsi. ENT surgeon is called otolaryngologist. Okay. Next one. Tear duct problem is cured under dash department. Tear duct problem. Safira. ENT department. ENT department. Endocrine system includes dash. Shahana. Endocrine system includes dash. Shahana. Pancreas, thyroid, pineal, pancreas, thyroid, parathyroid, pineal, hypothalamus, adrenal and pituitary വെരി gland. ഗുഡ്. അതെല്ലാം വരും. എല്ലാത്തിന്റെ പേര് എഴുതുക, കാരണം അങ്ങനെ എഴുതി പഠിച്ചാലാ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് പെടാത്തത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്തത് ഏത്, ഇതിലുള്ളത് ഏത് എന്നൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത ഡാഷ് ഈസ് ദ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ടു ഗ്ലാൻഡ്സ്. ആരാണ്? ഷാൻഡി. ഷാൻഡി മോൾ. Endocrinology. Very good. അടുത്തത് therapy units and palliative care services are provided by dash department. ഷിൽജ ഇല്ല. സിൻഡോ സണ്ണി ഇല്ല. സൂര്യ Geriatrics. Very good. അടുത്തത് 3 specialty areas in gynecology. Surumi. 3 specialty areas in gynecology. Surumi ഉണ്ടോ? ഇല്ല. പറയൂ. ആരാ? സിൻഡോ പറയാൻ റെഡിയാണ്. ഓക്കെ, പറയൂ. Yes, ma'am. പറയൂ. Infertility. ഏതൊക്കെയാ? Gynecology, obstetrics. ശരി. ഗൈനക്കോളജി, obstetrics and infertility. കറക്റ്റ് ആണ്. ഓക്കെ, എന്തോ നെറ്റിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് ക്ലിയർ ആയില്ല. എക്സ്പാൻഡ് ART. അടുത്ത എക്സ്പാൻഡ് ചെയ്യാനാണ് ART. തസ്നീം പറയാം. Assisted reproductive technique. അടുത്തത് electrolyte disturbance and hypertension are treated in dash. അടുത്തത് ഏതാ? വർഷ. electrolyte disturbance and hypertension. Nephrology ആണ്. വെരി ഗുഡ്.
അടുത്തത് എക്സ്പാൻഡ് PET. ബിനോയ് പറഞ്ഞേ. ബിനോയ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. അടുത്തത് ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ആർ ഡൺ ഇൻ ഡാഷ് ഓങ്കോളജി. ജോബി മോൾ. യെസ് മാം. മാഡം 22 നെഫ്രോളജി അല്ലേ? 22 നെഫ്രോളജി അല്ലേ? ബയോപ്സി ആൻഡ് സർജിക്കൽ. ബിനോയ് സർജിക്കൽ. മാഡം 22 നെഫ്രോളജി അല്ലേ? 22 നെഫ്രോളജി ആണ്. അത് കഴിഞ്ഞിട്ടല്ലേ എക്സ്പാൻഡ് PET പറഞ്ഞത് ബിനോയ്. അടുത്ത ക്വസ്റ്റ്യൻ ബയോപ്സി ആൻഡ് സർജിക്കൽ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ആർ ഡൺ ഇൻ ഡാഷ് ഓങ്കോളജി. ഏതിലാണ്? ജോബി മോൾ പറയും. സർജിക്കൽ ഓങ്കോളജി. ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ ആർ ഡാഷ്. അനൂപ് പറയാമോ? അമർ ജ്യോതി പറയാമോ? ഹൈപ്പർതൈറോയിഡിസം, തൈറോയ്ഡ് ക്യാൻസർ, ലിംഫോമോസ്. ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ച് എന്താ പറയാ ക്യൂർ ചെയ്യുന്ന മെഡിസിൻസ് അസുഖങ്ങൾ, ഡിസീസസ് ആണ്. ഓക്കെ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടായോ? ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചിഞ്ചു ഒന്ന് വായിച്ച അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന്. അപ്പൊ ഞാൻ വായിച്ചു നിർത്തി കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വായിക്കേ. Expand MRD, Medical Record Department. Expand MRD, Medical Record Department. മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് MRD എക്സ്പാൻഡ് ചെയ്യാനാണ്. ഡെൽന അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ഡെൽന പ്ലീസ് വേഗം. ഡിൻഷ വായിക്കാം. അടുത്തത് എലിസബത്ത്. ഫരീസ വായിക്കാമോ? കുറച്ച് പേര്. Which provides technical support and keeps the system updated is dash department. Information technology and communication. Information technology department ആണ്. Very good. Next one, Fasila. Making budgets, financial plans and distribution financial resource to various departments is the responsibility of dash department, financial department. Financial department ആണ്. Finance department ആണ് ബഡ്ജറ്റും ഫിനാൻഷ്യൽ പ്ലാൻസ് ഒക്കെ തയ്യാറാക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. ഉണ്ടോ? Dash department is responsible for integrating various functions and services of a hospital. അപ്പൊ എന്താ? Administration department. ആണ്. വെരി ഗുഡ്. ഇനിട്ടോ? No ma'am. ഇല്ല. ശരി. ഓക്കെ. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് കൊണ്ടത് കുറച്ച് പേര് മാത്രം വിളിച്ചിട്ട് കിട്ടാത്തതുള്ളൂ. ബാക്കി എല്ലാവരും നന്നായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞു. ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരാൾ മാത്രം ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ടീച്ചേഴ്സ് വിളിക്കുമ്പോ ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും വായിക്കാനല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്യാനും കൂടി ശ്രമിക്കുക. നമ്മൾ ഒരു വലിയ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ ജോലി നോക്കാനൊക്കെ പോകുന്നത്. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ എഫേർട്ടൊക്കെ എടുക്കുന്നത്. ആ എഫേർട്ടുകളുടെ പൂർണ്ണ രൂപം പ്രാപിക്കണമെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ ആക്റ്റീവ് ആകണം. ഇപ്പൊ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ തിരുത്താനാണല്ലോ. ഇപ്പൊ കുറച്ച് പേരുടെ 1-2 പേരുടെ ആൻസേഴ്സ് ചിലത് തെറ്റിപ്പോയി. ഇതിപ്പോ നമ്മളെല്ലാം അറിയുന്ന ആളുകൾ ആരും ഈ ലോകത്തൊന്നും ഇല്ല. നമുക്ക് എന്തിനും എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതും നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഇത്രയും പാടുവയ്ക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ. റെസ്പോൺസ് ചെയ്യുക എല്ലാത്തിനും. എന്ത് കാര്യം വന്നാലും വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്നുള്ളത് നമ്മൾക്ക് അത് പിന്നീടുള്ള കാര്യമാണ്. അത് അറിയാവുന്ന കാര്യം നമ്മൾ ഇത് പറയാം. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പൊ നിങ്ങൾ ആൻസർ ഒക്കെ എഴുതി. ഇനി അടുത്ത ചാപ്റ്റർ നമ്മൾ കുറച്ചൊക്കെ എടുത്തു വെച്ചിരുന്നു. ഏതാ ചാപ്റ്ററിന്റെ പേര്? ഹോസ്പിറ്റൽ ഫാർമസി ആണ് കേട്ടോ. ഫാർമസിയാണ് നമ്മൾ എടുത്തു തുടങ്ങിയ ചാപ്റ്ററിന്റെ പേരിനാണ് ഇമ്പോർട്ടൻസ്. എണ്ണമൊക്കെ ചിലപ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. നമ്പർ അല്ല, 35 ചാപ്റ്റർ ഉണ്ടോ നോക്കിയാൽ മതി. വീണ്ടും അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഈ ഫസ്റ്റ് പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാ. വായിച്ചു നോക്കിയതാണോ എല്ലാവരും? പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വീട്ടിൽ വായിച്ചു നോക്കിയോ? ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകണം. വീണ്ടും പറഞ്ഞു. ഓൾറെഡി നമ്മുടെ കുറച്ച് സമയം അത് ഡിസ്കസ് ചെയ്യാനുള്ള ഇച്ചിരി സമയമൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നില്ല. നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്.
ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി ലക്ഷ്യം വെക്കേണ്ടത് അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ നടപ്പിലാക്കേണ്ടതൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, they have to make sure that the availability of medications at the right time, at the right place and at the right dose at a minimum possible cost. അതായത് ഏറ്റവും ആദ്യം ഹോസ്പിറ്റൽ ഫാർമസി ഉറപ്പുവരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലെ മരുന്നുകളുടെ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ മരുന്നുകൾ കൃത്യമായിട്ടുണ്ടോ, അത് കൃത്യമായ സമയത്ത് കിട്ടുന്നുണ്ടോ, അതായത് എപ്പോഴാണോ പേഷ്യൻസിന് ആ മരുന്ന് ഡോക്ടർക്ക് കുറിക്കേണ്ടേ ആ സമയത്ത് അത് അവിടെ അവൈലബിൾ ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ കുറിച്ചു 10 ദിവസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അറ്റ് ദ റൈറ്റ് പ്ലേസിലും റൈറ്റ് ടൈമിലും ഓരോ മെഡിസിൻസും അവൈലബിൾ ആക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. And also it should be provided in minimum possible cost. ഏറ്റവും എന്താ പറയാ ചുരുങ്ങിയ ചെലവില്, അതായത് പേഷ്യൻസിനെ വരുമ്പോ അവരെ കുത്തിപ്പിടിച്ച് വാങ്ങിക്കുന്ന രീതിയിലുള്ള ബില്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രയും വിലപിടിപ്പുള്ള മരുന്നുകൾ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്യുകയല്ല. ഒരു നമുക്കറിയാം എല്ലാവരും ഇതുപോലുള്ള ഹോസ്പിറ്റൽസിലൊക്കെ വരുന്നവരില് മിക്കവാറും ആളുകള് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആരായിരിക്കും, ആവറേജ് ഇൻകം ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ പിന്നെ അവരെ നമ്മൾ ഇങ്ങനെ എടുത്ത് പിരിഞ്ഞെടുക്കാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ രോഗം എന്ന് വെച്ചാൽ അവരെ അവഗണിക്കുകയാണോ? അത്തരം പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അത് കാശുള്ളവരെ ഇവിടെ ചികിത്സയുള്ളൂ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു വിടുന്നതല്ലല്ലോ ശരി. അപ്പൊ അത് മിനിമം പോസിബിൾ കോസ്റ്റിൽ ഉള്ള മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ ഏതൊരു ഇൻകം ഗ്രൂപ്പിനെയും ഉൾക്കൊള്ളിച്ച് അവർക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരം വിലയുള്ള എന്താ പറയാ മെഡിക്കേഷൻസ് ആയിരിക്കണം ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൈലബിൾ ആക്കേണ്ടത്. നെക്സ്റ്റ് വൺ എന്താ, ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. അതായത് ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ മരുന്നുകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കുക. ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഫാർമസിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി കാണുക എന്നുള്ളത് ഫാർമസിയുടെ ഒരു എയിമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ മരുന്ന് സംബന്ധമായിട്ടുള്ള സേവനങ്ങളൊക്കെ, മരുന്നുകൾ കൊടുക്കുന്നതായിക്കോട്ടെ, മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതായിക്കോട്ടെ, അത് കോമ്പൗണ്ട് ചെയ്യുന്നതായിക്കോട്ടെ, റിസർച്ചുകാർക്ക് വേണ്ടി കൊടുക്കുന്നതായിക്കോട്ടെ, എന്ത് കാര്യങ്ങളും there are many activities, many operations are done in a hospital. ഫാർമസിക്കകത്ത് ഓപ്പറേഷൻ നടക്കുന്നല്ലോ അല്ലാട്ടോ പറഞ്ഞോ, കുറെ ആക്ടിവിറ്റീസ് ഫാർമസിക്കകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പേജിൽ പറഞ്ഞു അല്ലെ, ഈ മെഡിസിൻസ് പ്രൊക്യൂർ ചെയ്യുക, അതിനെ സ്റ്റോർ ചെയ്യുക, അത് ഡിസ്പെൻസ് ചെയ്യുക, അതിന് റിസർച്ച് കോമ്പൗണ്ടിങ്ങിന് വേണ്ടി കൊടുക്കുക, അതിനെ ടെസ്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഓപ്പറേഷൻസ്, ഓൾ ദ ഓപ്പറേഷൻസ് അതെല്ലാം തന്നെ ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് വൺ, ദേ ഹാവ് ടു ആക്ട് ആസ് ദ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇവരൊരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യേണ്ടി വരും. ആരുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്? അപ്പൊ പേഷ്യൻസിനോ നഴ്സസിനോ അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ്സിനോ ഒക്കെ, ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫ്സിനൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ അവൈലബിൾ ആക്കിയിരിക്കുന്ന മെഡിസിൻസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഒരു കൗൺസിലിംഗ് രീതിയിൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫാർമസി ആക്ട് ചെയ്യാറുണ്ട്. That means regarding the എന്താ പറയാ കോസ്റ്റ് ഓഫ് ദ മെഡിസിൻ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഓഫ് ദ മെഡിസിൻ ആൻഡ് ഹൗ ടു യൂസ് ഇറ്റ്, എങ്ങനെ അത് ഉപയോഗിക്കണം, അതിന്റെ ടോക്സിസിറ്റി, പിന്നെ അതിന്റെ ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ എന്താ പറയാ റിയാക്ഷൻ ഇഫക്റ്റ് ഒക്കെ ഉണ്ടാകും. ചില മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില റിയാക്ഷൻസ് വരാറുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങള്, ഇങ്ങനെയുള്ള വേരിയസ് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ചിലപ്പോ മെഡിക്കൽ സ്റ്റാഫിനും നഴ്സസിനും അതുപോലെ പേഷ്യൻസിനും ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫാർമസി പ്രവർത്തിക്കുന്നു. മനസ്സിലായി? ഇപ്പൊ നമ്മളൊരു ഫാർമസിയിൽ ചെല്ലുമ്പോൾ മരുന്ന് വാങ്ങിച്ചു വേഗം അത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുകയല്ല. ചില ആളുകൾക്ക് they may have doubts about how to use it, എങ്ങനെ ഉപയോഗിക്കണം, ഏത് സമയത്ത് കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇങ്ങനെ എഴുതി വെച്ചത് വായിച്ച് മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ചില ആളുകളോട് അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പേഷ്യൻസിനെ വിളിച്ചുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഇവർക്ക് കുറെ കാര്യങ്ങൾ അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങോട്ടും പറഞ്ഞ് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ മെഡിസിൻസിനെ സംബന്ധിക്കുന്നതും അതെങ്ങനെ ഉപയോഗിക്കണം, അത് ഏതൊക്കെ സമയത്ത് കഴിക്കേണ്ടത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ മാത്രമല്ല അതിന്റെ സൈഡ് ഇഫക്ട്, ചില മരുന്നുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് ചില നേരിയ രീതിയിലുള്ള സൈഡ് ഇഫക്ട്, അപ്പൊ അതങ്ങനെ തോന്നും, അത് സാരില്ല, നിങ്ങൾ പേടിക്കേണ്ട, അതിന് വലിയ പ്രശ്നമുള്ളതല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് അവർ ആകെ ടെൻഷൻ ആവും. ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആളുകൾ പേടിച്ചു പോകും അല്ലെ.
അപ്പൊ അത്തരം ആഫ്റ്റർ ഇഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് അവരെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ആൻഡ് ദേ ഹാവ് ടു ആക്ട് ആസ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഏത് ഡ്രഗ്സ് ആണെങ്കിലും അത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സോഴ്സ് ഏതാണെന്ന് ഇവർ അറിഞ്ഞിരിക്കണം. എവിടെ നിന്നാണ് ഈ ഒരു ഡ്രഗ്, ഈ ഒരു മരുന്ന് വാങ്ങിച്ചേക്കുന്നത്, അതിന്റെ സപ്ലയർ ആരാണ്, ഏത് കമ്പനിയുടെ ഏതാണ്, അതിന്റെ മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നവര് ഹോസ്പിറ്റലിന്റെ ഫാർമസി അറിഞ്ഞിരിക്കണം. ഈ മരുന്ന് എവിടെ നിന്നാ, ഏത് സപ്ലയറാ തന്നെ അത് ചോദിക്കുമ്പോൾ കൈമലർത്തി ഇത് കാര്യമില്ല. സകല ഡീറ്റെയിൽസും ആ ഒരു മെഡിസിൻ എന്തിനെ സംബന്ധിക്കുന്നതാണ്, അത് എവിടെ നിന്നാണ് സപ്ലൈ ചെയ്തത്. ദേ ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. അതിനെ കുറിച്ചുള്ള അവയർനെസ് അവർക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കറിയാം അല്ലെ. അപ്പൊ മരുന്നുകൾ ഏത് സോഴ്സിൽ നിന്നാണെന്നുള്ളത്, അതിന്റെ ലഭ്യമാക്കിയിരിക്കുന്ന സ്ഥലം എവിടെ നിന്നാണെന്നുള്ളതും അവർ ഇൻഫോർമേറ്റീവ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാണ്ട് എല്ലാവരോടും പറയണമെന്നില്ല. ഇന്ന മരുന്ന് ഞങ്ങൾ ഇന്നോടത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എന്നൊന്നും പറയണ്ട. ആവശ്യക്കാരോട്, അത് ആരാണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത് അവർക്ക് അതിനുള്ള ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ദ ഫാർമസി ഹാസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അതായത് റിസർച്ച് സ്റ്റഡീസിലും ഫാർമസി ഏർപ്പെടണം. എന്ന് വെച്ചാൽ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്താനായിരിക്കാം. അപ്പൊ ചില മരുന്നുകളൊക്കെ കോമ്പൗണ്ട് ചെയ്ത് പുതിയ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി പങ്കെടുക്കേണ്ടി വരും. കാരണം പുതിയ പുതിയ രോഗങ്ങളുമായിട്ടാണ് ഓരോരോ പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറഞ്ഞാൽ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കണം. എല്ലാത്തരം മറ്റ് കമ്പനികളെ മാത്രം ആശ്രയിക്കുകയല്ല. ചില മരുന്നുകളൊക്കെ അവർക്ക് തന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള റിസർച്ചേഴ്സ് ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കും. ഡോക്ടേഴ്സ് ആയിരിക്കും ചിലപ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഹോസ്പിറ്റൽസിന്റെ തെറാപ്യൂട്ടിക് കമ്മിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ആളുകളൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഓരോ ഇതിനെ കുറിച്ചിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റുകളൊക്കെ സംഘടിപ്പിക്കുക. അപ്പൊ അതിൽ ടേക്ക് പാർട്ട് ചെയ്യേണ്ടത് ഫാർമസിയുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ദ ഡിസിഷൻസ് വിച്ച് ഈസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇനി മാത്രമല്ല, ഈ ഹോസ്പിറ്റൽസിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കാര്യത്തിനും സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റികൾ രൂപീകരിക്കാറുണ്ട്. പെരുന്നാൾ കമ്മിറ്റി, ഉത്സവ കമ്മിറ്റി, സ്കൂൾ ആനുവൽ ഡേക്ക് കമ്മിറ്റി, അല്ലെ. പല കാര്യങ്ങളും കമ്മിറ്റീസ് നമുക്കറിയാം. പല കമ്മിറ്റീസിലും അംഗങ്ങളും നമ്മളായിട്ടുണ്ടാകാമായിരിക്കാം. ഹോസ്പിറ്റൽസിലും അതുപോലെ ഒരു കമ്മിറ്റി ഉണ്ട്. ഹോസ്പിറ്റലിൽ എന്താണാവോ ഇനിയിപ്പോ ഈ കമ്മിറ്റി? ഹോസ്പിറ്റൽസിൽ മരുന്നുകളെ സംബന്ധിക്കുന്ന മരുന്നുകൾ ഏതൊക്കെ ആണ് വാങ്ങിച്ചു വെക്കേണ്ടത്, ഇതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് അതിന്റെ പേര്. ഇതില് ആരൊക്കെ അംഗങ്ങളാവുന്നും ആരൊക്കെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. അത് അവിടെ പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കാം ഡിസിഷൻസ് വിച്ച് ഈസ് ടേക്കൺ ബൈ ദിസ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി റിഗാർഡിംഗ് ദ ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ്. അതായത് ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ ഡ്രഗുകൾ വേണം, അത് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അത് തീരുമാനിക്കുക അവർ ചെയ്യുള്ളൂ. ബട്ട് ഇറ്റ് ഹാസ് ബി ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ബൈ ദ ഫാർമസി. അത് നിലവിൽ കൊണ്ടുവരേണ്ടത്, നടപ്പിലാക്കേണ്ടത് ആരാ? ഫാർമസിക്കാരാണ്. ഓക്കെ. അപ്പൊ അവർ തീരുമാനിച്ചു വെക്കും, അത് നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ദേ ഹാവ് ടു ഓൾസോ കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എപ്പോഴും ഒരു സഹകരണം, അല്ലെ, ഒരു കോർഡിനേഷൻ, ഒരു ഏകോപനം ഉണ്ടായിരിക്കണം. അവരുമായിട്ടൊക്കെ പല കാര്യങ്ങൾക്കും ഇവര് ചർച്ച ചെയ്യേണ്ടി വരും, ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിസ്കസ് ചെയ്ത് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ദ ഫാർമസി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ഈസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് ഒരു പോളിസി ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസി പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു നയങ്ങൾ അല്ലെങ്കിൽ ഒരു നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതൊക്കെ ഫ്രെയിം ചെയ്യേണ്ടത്, ആ പോളിസീസ് ഒക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ അനുസരിച്ച് അതിനെ ഫുൾഫിൽ ചെയ്യേണ്ടത്, അത് ഓർഗനൈസ് ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടതൊക്കെ ഡിസൈൻ ചെയ്യേണ്ടതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസീസ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് പ്രധാനമായിട്ടും ഉള്ള ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എല്ലാം തന്നെ. ഫസ്റ്റ് വൺ, they have to make sure the availability of medications at the right time, at the right dose and also at the minimum പോസിബിൾ കോസ്റ്റ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവില് they have to professionalize the pharmaceutical services in the hospital. ഹോസ്പിറ്റലിന്റെ ഫാർമസ്യൂട്ടിക്കൽ സർവീസസിൽ ഒരു പ്രൊഫഷണലിസം അവരുടേതായ രീതിയിൽ കാണിക്കാനുണ്ട്. ടു ആക്ട് ആസ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്, അത് ഒന്ന് ഓർത്തിരിക്കാം, കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കാനുണ്ട്. they have to also act as source of information about the drug utilization. ഡ്രഗ്സ് ഏതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിന്റെ
ഉറവിടമൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി കണ്ടെത്തുക. അതായിട്ടും അവര് പ്രവർത്തിക്കേണ്ടതുണ്ട്. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്, മാത്രമല്ല ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് decisions which is taken by the drug and therapeutic committees, and also to coordinate and cooperate with the other departments of the hospital to design, organize and fulfill pharmacy policies. ഫാർമസിയുടെ പോളിസികൾ ഡിസൈൻ ചെയ്യുക, അത് എന്താ പറയാ ഓർഗനൈസ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, സെന്റൻസുകൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരേ ആ തുടക്കം എങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കണം. ഒബ്ജക്റ്റീവ്സിൽ ഫുൾ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിലും അത് എന്താണ് പർട്ടിക്കുലർലി എന്തിൽ കോൺസെൻട്രേറ്റ്. ഇപ്പൊ ഒന്നാമത്തെ പറഞ്ഞത് ടു മേക്ക് ഷുവർ ദ അവൈലബിലിറ്റി, എന്താ പറയാ മറ്റേ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ, അതുപോലെ മിനിമം പോസിബിൾ കോസ്റ്റില്. പിന്നെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക, ആക്ട് ആസ് സോഴ്സ് ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഡ്രഗ് യൂട്ടിലൈസേഷന്റെ സോഴ്സ് ഏതാണെന്ന് ആക്ട് ചെയ്യുക, ആ രീതിയിൽ ആക്ട് ചെയ്യണം. പിന്നെ എന്താ പറയാ റിസർച്ചിൽ ടേക്ക് പാർട്ട് ചെയ്യുക, ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്, അതായത് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഡിസൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിലവിൽ കൊണ്ടുവരാൻ, നടപ്പിലാക്കുക. ഡിസൈൻ ആൻഡ് അറേഞ്ച് ആൻഡ് ഓൾസോ ഫുൾഫിൽ ഫാർമസി പോളിസീസ്. ഫാർമസിയുടെ പോളിസീസ് ഡിസൈൻ ചെയ്യുക, അതിനെ അറേഞ്ച് ചെയ്തത് മാത്രമല്ല ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതും ഏറ്റവും ഉള്ള കാര്യങ്ങളാണ്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഫാർമസിയുടെ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. എന്താ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ കേട്ടോ നമ്മള്. ബേസിക് ഫെസിലിറ്റീസ്. നമ്മളിപ്പോ ഒരു വീടിന് കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവും, നമുക്കറിയാലോ അല്ലെ? ഒരു വീടാകുമ്പോ അതിനൊരു അടിസ്ഥാന സൗകര്യം, അറ്റ്ലീസ്റ്റ് ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത വീട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത വീടുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് അത്രയ്ക്കും അവർക്ക് അത് ചെയ്യാനുള്ള, അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള നിവൃത്തി ഇല്ലാത്ത ആളുകളാണത്. ഒരു കിച്ചൺ, ഒരു മുറിയെങ്കിലും എല്ലാവർക്കും കൂടിയൊക്കെ കിടക്കാനായിട്ട് ഒരു മുറി, പിന്നെ എന്താ പറയാ നമ്മുടെ വാഷ്റൂം അല്ലെ, ടോയ്ലറ്റ്സ് ആയിട്ടുള്ള ഒരു കാര്യം. ഇത്രയൊക്കെയാണ് ഒരു വീടിന്റെ അടിസ്ഥാന സൗകര്യം. അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുക കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം? സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ, ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിന്റെ എന്താ പറയാ നമ്മൾക്കറിയാം ചെല്ലുന്ന അടുത്ത് തന്നെയായിരിക്കും, ഗ്രൗണ്ട് ഫ്ലോറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒപിയും ഒക്കെ പ്രവർത്തിക്കുക അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പിന്നെ അധികം ദൂരമല്ലാത്ത സ്ഥലത്ത്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫാർമസി ലൊക്കേറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം. അല്ലാണ്ട് ഇവിടെ ചെയ്തെടുത്തു അവിടെ തന്നെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് പിന്നെ ഏറ്റവും പൊക്കത്തിലൊക്കെ ഭയങ്കര ഇപ്പൊ മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസിലും ഉള്ളത്. അപ്പൊ അത്രയും സ്ഥലത്തൊക്കെ പോയിട്ട് ചെയ്യാനായിട്ട് ചിലപ്പോ എന്താ പറയാ മരുന്ന് കളക്ട് ചെയ്യാനും പേയ്മെന്റ് നടത്താനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ചിലപ്പോ ഈ ലിഫ്റ്റിലാണെങ്കിലും മിക്ക ഹോസ്പിറ്റൽസിലും ലിഫ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പൊ ഒക്കെ, പക്ഷെങ്കിലും അവിടെയും കയറാനുള്ള പേടിയുള്ള ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവരെയും കൂടി വിചാരിക്കണം അങ്ങനെയുള്ള രീതിയിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെയായിരിക്കണം. പിന്നെ OP ഹോസ്പിറ്റൽസ് ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ഓർ ഗ്രാൻഡ് അപ്പിയറൻസ് എന്നാ പറഞ്ഞേക്കണേ. ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം ഏതിന്? ഒരു ഹോസ്പിറ്റൽ ഫാർമസിക്ക്. വൈൽ വി ആർ വെയിറ്റിംഗ് ഫോർ ദ മെഡിസിൻസ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി ദർ ഷുഡ് ബി സം വെയിറ്റിംഗ് റൂംസ്. ആൻഡ് മാത്രമല്ല നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ മുമ്പിൽ കുറച്ചു നേരമൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മരുന്നിന് വേണ്ടിയിട്ട് അല്ലെ? ചെല്ലുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് അപ്പൊ തന്നെ മരുന്ന് കിട്ടി പോകാൻ പറ്റുന്ന വളരെ ചുരുക്കം ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്തൊക്കെ നമ്മൾ ഒരുപാട് നേരമൊക്കെ ചിലപ്പോൾ മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഹോസ്പിറ്റൽസിലാണെങ്കിൽ ചിലപ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തുള്ളൂ. മനസ്സിലായി? ഡോക്ടറെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, കുറെ കടമ്പകളൊക്കെ കടന്നിട്ട് വേണമായിരിക്കും ഡോക്ടേഴ്സിനെയൊക്കെ കാണാനായിട്ട്. അപ്പൊ അതിനും കുറെ സമയം എടുക്കുന്നു. പിന്നെ മരുന്ന് കളക്ട് ചെയ്യണമെങ്കിലും അതിനും കുറെ സമയം എടുക്കുന്നു. അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ മുമ്പില് കുറച്ച് വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യം, പ്രൊവൈഡിങ് ചെയേഴ്സ്, കസേര ഉൾപ്പെടെ അവർക്ക് ഇരിക്കാനും സൗകര്യം. അല്ലെങ്കിൽ എന്ത് പറ്റും, എല്ലാം കൂടി ഇങ്ങനെ ക്രൗഡായിട്ട് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ മുമ്പിൽ നിന്ന് കഴിയുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും അല്ലെ? എല്ലാം തിരക്കും കൂട്ടി നിൽക്കുന്നത് അതൊരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കില്ല. അപ്പൊ തന്നെ നമ്മൾ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നും, ഭയങ്കര ക്രൗഡ് ഫീലിംഗ് ഒക്കെ തോന്നും. ആളുകൾക്ക് വരുന്നവർക്കായാലും കാണുമ്പോ ഇനിയിപ്പോ എവിടെന്നാ തുടങ്ങുക, എവിടെ കൊണ്ടുപോയാലാ മരുന്ന് കിട്ടുക എന്നുള്ള കൺഫ്യൂസ്ഡ് ആകും. അതേസമയം ഇത് ഒരു നല്ല ഒരു പ്രൊഫഷണൽ ലുക്ക് നൽകുന്ന, അതോടൊപ്പം തന്നെ വൈൽ പ്രൊവൈഡിങ് ദ മെഡിസിൻസ്, ഈ മെഡിസിൻ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ ടോക്കൺസ് ഒക്കെ
അവിടെ നമ്പർ ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻസ് ഇല്ലാതെ അവിടെ നമ്പർ എഴുതി കാണിക്കും. അപ്പൊ നമ്മുടെ നമ്പർ എത്തുമ്പോഴേക്കും നമുക്ക് അവിടെ അടുത്ത് ചെന്ന് നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതാണ് പ്രൊഫഷണൽ ലുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മാത്രമല്ല, while waiting for the medicines there should be provided or displayed educative posters and also about health, hygiene, literature for reading. അതായത് അവിടെ എല്ലാ പോസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ നോക്കി നമ്മുടെ ആരോഗ്യ സംബന്ധമായ ഹൈജീൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന കുറെ എന്താ പറയാ വേർഡ്സ്, ലെറ്റേഴ്സ് അല്ലെങ്കിൽ സെന്റൻസസ് ഒക്കെ എഴുതി വെച്ച് അതിന്റെ പോസ്റ്റേഴ്സ് ഉൾപ്പെടെ പടമൊക്കെ ഉൾപ്പെടെ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നോക്കി വായിച്ചിരിക്കാം കുറച്ചേരം ആൾക്കാർക്ക്. അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള മാഗസിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെറുതെ മറിച്ചുകൊണ്ടിരിക്കാം. വേറെ എന്തെങ്കിലും സിനിമ പോസ്റ്ററോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഹെൽത്തും ഹൈജീനുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ശുചിത്വം, നമ്മുടെ ആരോഗ്യം, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലെറ്റേഴ്സും അല്ലെങ്കിൽ എഴുത്തുകളൊക്കെ അതുപോലെ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, ഹോസ്പിറ്റൽസിൽ എഴുതി വെക്കാറില്ലേ? ഞങ്ങളുടെ ഇവിടെയൊക്കെ ഹോസ്പിറ്റൽസിലുണ്ട്, നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കോമൺ ആയിട്ടുള്ള രോഗം, തൈറോയ്ഡ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അല്ലെ, അങ്ങനത്തെ ചില കാര്യങ്ങൾ. പിന്നെ അമ്മമാര് കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നതിന്റെ ഇഷ്ടംപോലെ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസ് നമ്മൾ കയറുമ്പോൾ കാണാറുണ്ട്. അത് അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആണ്, യോഗയെ സംബന്ധിക്കുന്നതാകാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് ആകുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് എല്ലാം ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാവോ, ഇതൊക്കെ എത്ര എവിടെ ഡിസ്പ്ലേ ചെയ്തേക്കണേന്നാകും. എല്ലാവരും അറിവുള്ളവരല്ല. അപ്പൊ മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ലാത്തവർക്കും അത് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഹൈജീനിക് ആയിരിക്കാൻ നമ്മൾ തന്നെ കുറച്ച് അധികം ഹൈജീനിക് ആയിട്ടിരുന്നാൽ തന്നെ നമ്മുടെ പകുതിയിലും മുക്കാൽ രോഗങ്ങളെയൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ അത്രയും കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. അത് പകരാതിരിക്കാനായിട്ട് മാസ്ക് വയ്ക്കുകയും ഗ്ലൗസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ. ഇപ്പൊ നമ്മളത് ഉപയോഗിക്കാറ് പോകില്ല. ചില സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും അവരത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സാധനം ഉപയോഗിക്കും. കാരണം ഒരു പരിധി വരെ നമ്മുടെ പുറത്ത് പോകുമ്പോഴുള്ള നമ്മുടെ പൊടി തട്ടും ഒക്കെ ഉണ്ടാകുന്ന അലർജീസും മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ റെഗുലർ ആയിട്ട്. നമുക്കാണ് അതൊരു ഭയങ്കര ഷെയിമായിട്ട് തോന്നുന്നത്. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ വേറെ എന്തെങ്കിലും നമ്മുടെ ഷേപ്പിൽ വ്യത്യാസം വരും അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്നവരും ഉണ്ട് ചില കൺട്രീസിലൊക്കെ. കാരണം പുറത്തിറങ്ങുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് വേണമെന്ന് അവർക്ക് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് പല അസുഖങ്ങളും മറ്റുള്ളവരിലും നമ്മളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഹൈജീനിക് ആയിട്ടിരിക്കാം എന്നതിനെ സംബന്ധിക്കുന്ന പോസ്റ്റേഴ്സ്, അപ്പൊ അത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നോക്കിയും വായിച്ചൊക്കെ അവിടെ ഇരിക്കാം. അപ്പോഴേക്കും നമ്മുടെ സമയമാകും, മരുന്നിന്റെ അവിടെ ടോക്കൺ നമ്പർ കാണിക്കും, നമുക്ക് പോയി വാങ്ങിച്ച് വീട്ടിൽ പോകാം. ഓക്കെ, അപ്പൊ അതും നമ്മുടെ ഒരു അടിസ്ഥാന സൗകര്യമാണ്, ഫാർമസിക്കകത്ത് വേണ്ട ഒരു സൗകര്യം തന്നെയാണ്. ആൻഡ് ഓൾസോ suitable space or space should be provided for stock solutions, powders, ointment. ഇപ്പൊ ഹോസ്പിറ്റൽസിനകത്ത് ഓയിന്റ്മെന്റുകൾ, പൗഡർ രൂപത്തിലുള്ള മരുന്നുകൾ അല്ലെ, സ്റ്റോക്ക് സൊല്യൂഷൻ, അതായത് ഈ ആസിഡ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഹൈഡ്രോക്സൈഡ് ഒക്കെ പോലത്തെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റു കാര്യങ്ങളൊക്കെ, അപ്പൊ പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ, ഇതൊക്കെ ഹോസ്പിറ്റൽസിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇതിനൊക്കെ സെപ്പറേറ്റ് സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്ന്, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി വെക്കരുത്. ഇപ്പൊ സ്റ്റോക്ക് സൊല്യൂഷൻ ഒരു കൊടുത്താണെങ്കിൽ പൗഡർ രൂപത്തിലുള്ള മരുന്നുകൾ വേറെ, എന്താ പറയാ ഓയിന്റ്മെന്റ് പോലെയുള്ള മരുന്നുകൾ വേറെ, അങ്ങനെ സെപ്പറേറ്റ് സ്ഥലത്തായിട്ട് സൂക്ഷിക്കാം. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി എ മാനുഫാക്ചറിംഗ് റൂം ഇൻ ഫാർമസിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടായിരുന്നു മാനുഫാക്ചറിങ്ങിന്, എന്താ മരുന്നുണ്ടാക്കാൻ, മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ. ചില മരുന്ന് നമ്മൾ പറഞ്ഞില്ലേ, മരുന്നുകൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ഉണ്ട് ഹോസ്പിറ്റൽസിൽ, ചിലത് കൂട്ടിച്ചേർത്ത് പുതിയത് ഉണ്ടാക്കും, മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റൂം ഫാർമസിക്ക് അടുത്ത് തന്നെ ഒരു റൂം ഉണ്ടായിരിക്കണം. ദെൻ ഓഫീസ് ഓഫ് ദ ചീഫ് ചീഫിന്, അതായത് ഫാർമസിക്കാരുടെ ഒരു ചീഫ് ഉണ്ട്, അവർക്ക് ഇരിക്കാൻ ഒരു ഓഫീസ്, ചെറിയൊരു ബെഞ്ച് ഡെസ്കോ അല്ലെങ്കിൽ ടേബിളോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഓഫീസ്, അത് ആ മൂലയ്ക്ക് എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പാക്കിംഗ് ആൻഡ് ലേബലിംഗ് ഏരിയ സെപ്പറേറ്റ് കാണണം. അതായത് പാക്ക് ചെയ്യാനും, അതായത് മെഡിസിൻസ് എടുത്ത് പാക്ക് ചെയ്യാൻ, അതിന് ലേബൽ എഴുതാനായിട്ട്, മരുന്നുകൾ എപ്പോഴൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ എഴുതിയൊക്കെയാണല്ലോ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. അതായത് മരുന്നുകൾ ചിലതൊക്കെ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട് അല്ലെ. എല്ലാ മരുന്നുകളും ഒരേ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചറിലെല്ലാം വെക്കാം. അപ്പൊ അതായത് കുറച്ച് താഴ്ന്ന ടെമ്പറേച്ചറിൽ ഉപയോഗിക്കേണ്ട മെഡിസിൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് റെഫ്രിജറേറ്റ് ചെയ്യുകയോ ഫ്രീസ് ചെയ്യുകയോ ഒക്കെ വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്ലി കോൾഡ് സ്റ്റോറേജ് റൂമിൽ അതിന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കി അങ്ങനെ കീപ്പ് ചെയ്യണം. ഓക്കെ, ഫാർമസി സ്റ്റോർ റൂം ഷുഡ് ബി ദർ. ഇനി ഇത് എല്ലാ മരുന്നുകളും കൊണ്ടുവന്നത് മുഴുവനും ഈ റാക്സില് ഷെൽഫിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം എത്ര എണ്ണം അവിടെ തീർന്നു കഴിയുമ്പോഴാണ് വീണ്ടും കൊണ്ടുവന്ന് റീസ്റ്റോർ ചെയ്യുക അല്ലെ. അപ്പൊ അല്ലാത്തതൊക്കെ ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ സ്റ്റോർ റൂം. ബാക്കിയുള്ളത് ഉപയോഗത്തിൽ ഇല്ലാത്ത മരുന്നുകളൊക്കെ
ഉപയോഗത്തിലില്ലാത്ത മരുന്ന് മീൻസ് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് പൊട്ടിക്കേണ്ട, കാരണം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി തിരികെ വെക്കേണ്ട, അത് സ്റ്റോർ റൂമിൽ വെച്ചാൽ മതി. അവിടുത്തെ ക്വാണ്ടിറ്റിയുടെ എണ്ണം കുറഞ്ഞു വരും മാത്രം, അതുകൊണ്ടത് വെച്ചാൽ മതി. അപ്പൊ അതിന് സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി എ ലൈബ്രറി, ഫാർമസിയിൽ ഒരു ലൈബ്രറി ഉണ്ടായിരിക്കണം. എന്തിനാ? ഇനി മരുന്നൊന്നും കൊടുക്കാത്ത നേരത്തെ എന്തെങ്കിലും കഥയോ നോവലാ വല്ല സിനിമയോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലവരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് വായിക്കാന്നാണോ? തീർച്ചയായിട്ടും അല്ല, അല്ലേ? ഫാർമസിയിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അകത്തിരുന്നിട്ട് നമുക്ക് വെറുതെ ഫ്രീ ടൈം ഒന്നും കിട്ടില്ല. അവർക്ക് അവരുടേതായ ജോലികൾ പലതും ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം സാധനങ്ങളെ കുറിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതല്ല അവിടെ. അതായത് മെഡിസിൻസിനെ സംബന്ധിക്കുന്നത്, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മെഡിസിൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെഡിസിനും അല്ലാത്ത സാധനങ്ങൾ ഫാർമസിയിൽ കൊടുക്കും. ഇപ്പൊ സിറിഞ്ച്, ഗ്ലൗസ്, മറ്റു സാധനങ്ങൾ, നെബുലൈസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ ഫാർമസിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലും ഹാൻഡിൽ ചെയ്യുന്നതിലും ഒക്കെ എന്തെങ്കിലും നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പല പുസ്തകങ്ങളും ഉണ്ട്. മെഡിസിൻസിനെ സംബന്ധിക്കുന്ന സംശയങ്ങളുണ്ടെങ്കിൽ അതും അങ്ങനെയുള്ള പുസ്തകങ്ങൾ അവിടുത്തെ ഫാർമസിക്കകത്തുള്ള ലൈബ്രറിയിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലൈബ്രറി പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് ഇഫ് ദേ ഹാവ് എനി ഡൗട്ട്സ് ദേ ക്യാൻ ക്ലിയർ ഇറ്റ് ഫ്രം ദീസ് ബുക്സ്. ഈ ബുക്കിൽ നിന്നൊക്കെ അവർക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യും. റിസർച്ച് വിങ് പറയാൻ കിട്ടുമോ അല്ലേ? ഓക്കെ, റിസർച്ച് വിങ് എന്താ? റിസർച്ച് നടത്താൻ വേണ്ടി പുതിയ മരുന്നുകളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇനി ഈ മരുന്നിന്റെ കൂടെ ഈ മരുന്ന് കൂട്ടിയാൽ പുതിയ മരുന്നായി എന്നും പറഞ്ഞാണോ? അല്ല, ആ മരുന്നിന്റെ കൂടെ ഈ മരുന്ന് കൂട്ടിയാൽ എന്തെങ്കിലും ഒരു രോഗത്തിന് പ്രതിവിധിയാണോ എന്ന് ചെക്ക് ചെയ്യണം, റിസർച്ച് ചെയ്യണം. പല കാര്യങ്ങളും റിസർച്ചിൽ കൂടിയല്ലേ കണ്ടുപിടിക്കണേ, അല്ലെ? രോഗങ്ങൾ പുതിയത് വരുമ്പോ അയ്യോ ഈ രോഗം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ കയ്യും കടത്തി വിടുകയാണോ നമ്മളെ ചെയ്യാം? അല്ല. അപ്പൊ അങ്ങനെ ഒരു പുതിയ രോഗവുമായിട്ട് ഏതെങ്കിലും ഒരു പേഷ്യന്റ് തന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, കണ്ടെത്താനായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അതിനുവേണ്ടി ലാബ് ടെസ്റ്റോ റേഡിയോളജിയോ എന്തെങ്കിലും ചെയ്ത് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ, ഐഡന്റിഫൈ ചെയ്യാൻ. അതുകൊണ്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്യൂ എന്നുള്ള ഇൻഫർമേഷൻ കൊണ്ട് അഡ്മിറ്റ് ചെയ്യും. അവിടെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തത് ഇവിടെ ഡോക്ടർ ഇരുന്ന് കൈ കെട്ടി നോക്കിയിരുന്ന കാര്യമുണ്ടോ? ഇല്ല. അയാളുടെ അസുഖം എന്താണെന്ന് അയാളിൽ നിന്ന് അത് പല ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കേണ്ടി വരും. അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പേഷ്യന്റിന് കൊടുക്കുക. ഡയറക്റ്റ് ഉണ്ടായി കുറെ മരുന്നൊക്കെ കൂട്ടിപ്പൊടിച്ച് കലർത്തി വേറൊരു മരുന്നാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. അതാണ് റിസർച്ച്. ന്യൂ മെഡിസിൻസ് എന്താ പറയാ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിങ്, ഒരു സ്ഥലം, ഒരു ഏരിയ, അതിനെയാണ് വിങ് എന്ന് വിളിക്കുന്നത് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ്. അതായത് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. നമ്മൾ പറഞ്ഞല്ലോ റേഡിയോളജി, റേഡിയോ ഐസോട്ടോപ്സ് പോലെയുള്ള ഹൈ ആക്സലറേറ്റഡ് ആയിട്ടുള്ള റേസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സ്റ്റോർ. അതായത് അതും സ്റ്റോർ ചെയ്ത് വെക്കണം. ആൻഡ് ഈ പറയുന്ന റേഡിയോ ഐസോട്ടോപ്സ് may cause leakage. അതിനൊക്കെ ലീക്കേജസ് വരാൻ സാധ്യതയുണ്ട്. സോ വൈൽ എന്താ പറയാ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അത് ഏത് റൂമിലാണ് വെക്കുന്നത്? ദാറ്റ് റൂം വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ് ഇറ്റ് ഷുഡ് ബി ഇൻ ലോക്ക്ഡ് ഏരിയ. അത് നമ്മൾ ഉപയോഗിക്കാണ്ടാത്ത സമയം, ആ ഒരു റേഡിയോളജിക്ക് ഉപയോഗിക്കേണ്ടാത്ത സമയമാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, ലോക്ക് ചെയ്ത റൂമിൽ സ്റ്റോർ ചെയ്യാം. അല്ലാതെ വെറുതെ ഇങ്ങനെ തുറന്ന് മലർത്തി ഇട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അലക്ഷ്യമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ സ്പില്ലേജുകൾ ഉണ്ടായാൽ വലിയ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മാത്രമല്ല സം ഡ്രഗ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ്, റെഫ്രിജറേറ്റേഴ്സ് ഓർ ഫ്രീസേഴ്സ്. അതും ഇതുപോലെ തന്നെ സ്റ്റോർ എന്താ പറയാ നമ്മളുടെ ഫ്രിഡ്ജിലോ മറ്റു കാര്യങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ അത് അങ്ങനെ സ്റ്റോർ ചെയ്യാം. ആൻഡ് ഇതും അതുപോലെ തന്നെ വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ് ദേ ഷുഡ് ബി ലോക്ക്ഡ്. ഈ റെഫ്രിജറേറ്റർ, ഫ്രീസർ ലോക്ക് ചെയ്ത് തന്നെ വേണം സൂക്ഷിക്കാൻ. അതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പെട്ടെന്നൊന്നും, അപ്പൊ അതും സ്റ്റോർ ചെയ്യുമ്പോൾ ലോക്ക് ചെയ്ത രീതിയിൽ തന്നെ ഉപയോഗിക്കാം. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. പ്രധാനമായിട്ട് എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഓറും ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു ഗ്രാൻഡ് അപ്പിയറൻസ്, ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് വൈൽ വെയിറ്റിംഗ് ഫോർ ദ മെഡിസിൻസ് ഇറ്റ് ഷുഡ് ഹാവ് എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആൻഡ് ഓൾസോ ഫോർ ലിറ്ററേച്ചർ ഫോർ റീഡിംഗ്. പുസ്തകങ്ങൾ വായിക്കാനുള്ളതും ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം ഫാർമസിയുടെ ഫ്രണ്ടില്. suitable place for stock solution, powders and ointments. ഇതിനൊക്കെ വേണ്ടിയിട്ട് suitable place ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കണം. ചീഫ് ഇരിക്കാനുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. പാക്കിംഗ് ആൻഡ് ലേബിൾ ഏരിയ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജ് ഏരിയാസ് സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം. റിസർച്ച് വിങ് ഉണ്ടായിരിക്കണം. ലൈബ്രറി ഉണ്ടായിരിക്കണം. റേഡിയോ ഐസോട്ടോപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഉള്ള ഏരിയ വേറെ ഉണ്ടായിരിക്കണം. ക്ലിയർ? മനസ്സിലായോ? ഇൻഫ്രാസ്ട്രക്ചർ സിമ്പിൾ സെന്റൻസ് ഒക്കെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം വായിച്ചു നോക്കാം. 3-ാം പ്രാവശ്യം ഞാനിപ്പോ പറഞ്ഞു, ഇനി നിങ്ങൾ 2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ
everything will be okay. Okay. ഞാൻ അടുത്ത് പറയുന്നില്ല. ബിഫോർ എന്താന്ന് വെച്ചാൽ 1 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് വേഗം വായിച്ചു നോക്കിയാൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ പ്ലീസ് പെട്ടെന്ന്. 1 മിനിറ്റ് കൊണ്ട് ഞാൻ തള്ളി പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചാൽ കാര്യമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. 1-2 പ്രാവശ്യം വായിച്ചു നോക്കിയാൽ മതി. കുറച്ചുകൂടിയൊക്കെ ക്ലിയർ ആയിക്കോളും. ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു പോർഷൻ അല്ല. പക്ഷെ നമ്മളൊന്ന് വായിച്ചുകൂടി നോക്കണം. ഒന്ന് വായിക്കാതെ ക്ലാസ് മാത്രം കേട്ടിട്ട് അത് മനസ്സിലായില്ലേ? നമ്മളിപ്പോ അത്രയും നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്ന് 2 പ്രാവശ്യം ഒന്ന് വേണ്ടി അത്രയും ഭാഗം നമ്മൾ അത്രയും അധികം ഒന്നും എടുത്തിട്ടില്ല. കുറച്ചെടുത്തിട്ടുള്ളൂ അല്ലെ? ഒരു പേജ് തീർത്തുള്ളൂ. വീണ്ടും കുറച്ച് സമയം പോയി. ഞാൻ ഒരു 2 പേജ് എടുക്കണമെന്ന് വിചാരിച്ചാ വന്നത്. പക്ഷെ ഇത്തിരി സമയം നമ്മളുടെ വെറുതെ ആവശ്യമില്ലാണ്ട് പോയി. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട്. ഓക്കെ, വസീം ടാറ്റാ. Thank you, ma'am.